ശക്തമായ പ്രതിഷേധ നയങ്ങൾക്ക് വിലക്കയറ്റം പിന്നെ കേരളത്തോട് കാട്ടുന്ന അവഗണന അങ്ങനെയെല്ലാം ആയിട്ട് കുറേ കാര്യങ്ങളിൽ എല്ലാവർക്കും മനുഷ്യചങ്ങല കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിനെതിരായിട്ടാണ്. എന്താണ് ഏത് നയങ്ങൾക്കെതിരായിട്ടാണ്? കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ നയങ്ങൾക്കും ബാക്കിയെല്ലാം സാമ്പത്തികമായിട്ടുള്ള എല്ലാ നയങ്ങൾക്കൊക്കെ കേരളത്തിൽ കിട്ടാണ്ട കുടിശ്ശിക കിട്ടാതെ കൊണ്ടാണ് ഈ മനുഷ്യർ ഇങ്ങനെ DYFI. ചേച്ചി എന്താണ് ചേച്ചി? ആ ചേച്ചി എന്താണ് ചേച്ചി? ഒന്നും പറയാനില്ല. മനുഷ്യചങ്ങല എന്തിനാണ് ചേച്ചി? മനുഷ്യചങ്ങല എന്തിനാണ് ചേച്ചി? കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട്. എന്തായി കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല കേരളത്തിൽ. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. റെയിൽവേ നയങ്ങൾക്കും ബാക്കിയെല്ലാം സാമ്പത്തികമായിട്ടുള്ള എല്ലാ നയങ്ങൾക്കൊക്കെ കേരളത്തിൽ കിട്ടാണ്ട കുടിശ്ശിക കിട്ടാതെ കൊണ്ടാണ് ഈ മനുഷ്യർ ഇങ്ങനെ DYFI. ശക്തമായ പ്രതിഷേധ നയങ്ങൾക്ക് വിലക്കയറ്റം പിന്നെ കേരളത്തോട് കാട്ടുന്ന അവഗണന അങ്ങനെയെല്ലാം ആയിട്ട് കുറേ കാര്യങ്ങളിൽ എല്ലാവർക്കും ഈ മനുഷ്യചങ്ങലയുടെ ഭാഗമായിട്ട് അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ DYFI സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ മനുഷ്യചങ്ങല മനുഷ്യക്കോട്ട കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ സംഘടിപ്പിക്കുകയാണ്. കൃത്യം 5 മണിക്ക് മുഴുവൻ ആളുകളും ഈ ചങ്ങലയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഈ ചങ്ങലയുടെ ഭാഗമായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചങ്ങല കഴിഞ്ഞാൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് DYFI നേതൃത്വത്തിൽ പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. മുഴുവൻ ആളുകളെയും ആ സമ്മേളനത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ DYFI നേതൃത്വം നൽകുന്ന മനുഷ്യചങ്ങല ഇതാ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ നടക്കുകയാണ്. കൃത്യം 5 മണിക്ക് ഈ മനുഷ്യചങ്ങലയുടെ ഭാഗമായിട്ട് മുഴുവൻ ആളുകളും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ചങ്ങലയുടെ ഭാഗമായി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമ്മ എന്താണ് ഈ ഒരു ലക്ഷ്യം? എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ എന്താണ്? ചേച്ചി, ഏത് നയങ്ങൾക്കെതിരെയാണ് ശക്തമായി പ്രതിഷേധിക്കാൻ തോന്നുന്നത്? കേന്ദ്രത്തിന്റെ ഏത് നയങ്ങൾക്കെതിരെയാണ്? മനുഷ്യചങ്ങലയാണല്ലോ. ഏത് നയങ്ങൾക്കെതിരെ പ്രതിഷേധമാണ് ഉയർത്താൻ ആഗ്രഹിക്കുന്നത്? കേരളത്തോടുള്ള അവഗണന. ഏത് അവഗണനയാണെന്ന് പറയാൻ പറ്റുമോ? മനസ്സിലാക്കിയെടുത്തേക്ക്. ഏതാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുള്ള കേന്ദ്രത്തിനോട്? ഏത് വിഷയത്തോടാണ്? അങ്ങനെ പറഞ്ഞാൽ ഇപ്പം എല്ലാ ഇനും കേന്ദ്രം നമ്മളെ അവഗണിക്കുന്നത് തന്നെ. കേരളത്തിന് റെയിൽവേയോടായാലും ഏത് നോക്കിയാലും അവഗണന തന്നെ. അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. മോൾക്ക് എന്ത് പറയാണ്? ഈ യുവത്വങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ഏത് രീതിയിലാണ് പ്രതിഷേധം? എല്ലാ തരത്തിലും പ്രതിഷേധം. അത് കേന്ദ്രത്തിലെ ഏത് നയങ്ങളാണ് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നയം? റെയിൽവേ. ഓക്കെ ചേച്ചി, ഏത് നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധിക്കാൻ തോന്നുന്നത്? ശക്തമായ പ്രതിഷേധം. റെയിൽവേ. ഏത് നയങ്ങൾക്കെതിരെയാണ് ശക്തമായ പ്രതിഷേധം? ശക്തമായ പ്രതിഷേധ നയങ്ങൾക്ക് വിലക്കയറ്റം പിന്നെ കേരളത്തോട് കാട്ടുന്ന അവഗണന അങ്ങനെയെല്ലാം ആയിട്ട് കുറേ കാര്യങ്ങളിൽ എല്ലാവർക്കും ഈ മനുഷ്യചങ്ങല എന്തിനാണെന്ന് അറിയാം? മനുഷ്യചങ്ങല എന്തിനാണെന്ന് അറിയില്ല. മനുഷ്യചങ്ങല കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിനെതിരായിട്ടാണ്. എന്താണ് ഏത് നയങ്ങൾക്കെതിരായിട്ടാണ്? കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ നയങ്ങൾക്കും ബാക്കിയെല്ലാം സാമ്പത്തികമായിട്ടുള്ള എല്ലാ നയങ്ങൾക്കൊക്കെ കേരളത്തിൽ കിട്ടാണ്ട കുടിശ്ശിക കിട്ടാതെ കൊണ്ടാണ് ഈ മനുഷ്യർ ഇങ്ങനെ DYFI. ചേച്ചി എന്താണ് ചേച്ചി? ചേച്ചി എന്താണ് ചേച്ചി? ഒന്നും പറയാനില്ല. ചേച്ചി എന്തിനാണ് പിന്നെ ഇത് സമരം? മനുഷ്യചങ്ങല എന്തിനാണ് ചേച്ചി?
മനുഷ്യച്ചങ്ങല എന്തിനാണ് ചേച്ചി? കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് എന്തായി കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല കേരളത്തിൽ. അതിനെതിരെ മനുഷ്യച്ചങ്ങലയാണ്. ഓക്കെ ചേച്ചി? കേന്ദ്രാവണക്കെതിരെ തന്നെ ശക്തമായ പ്രതിഷേധമാണ് അല്ല? ചേട്ടാ എന്ത് പറയാനുണ്ട്? ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ് ഈ സമരം നടക്കുന്നത്, മനുഷ്യച്ചങ്ങല നടക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന വലിയ ദ്രോഹത്തിനെതിരെയാണ് ഈ സമരം നടക്കുന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മനുഷ്യച്ചങ്ങലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഈ മനുഷ്യച്ചങ്ങല. ഇത് നയങ്ങൾക്കെതിരെയാണ് ഏറ്റവും പ്രതിഷേധം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കേണ്ട തുക അനുവദിക്കാത്തതാണ് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നുന്നത്. അത് അനുവദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നടപ്പാക്കേണ്ട എല്ലാ കാര്യങ്ങളും കേരളത്തിന് തീർത്തു കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് തോന്നുന്നത്.